മാപ്പിളപ്പാട്ടുകൾ എല്ലാവർക്കും കേൾക്കാൻ ഇഷ്ടമാണ് അല്ലേ? മാപ്പിളപ്പാട്ട് നമ്മളൊരു മത്സരത്തിന് പങ്കെടുക്കുമ്പം ഏത് തരത്തിലുള്ള മാപ്പിളപ്പാട്ടാണ് സെലക്ട് ചെയ്യുക എന്നുള്ളത് ഒരുപാട് പേർക്ക് സംശയമാണ്. ഇന്ന് നമ്മൾ പാടി പഠിക്കുന്നത് കോമ്പറ്റീഷനിൽ നിങ്ങൾക്ക് പാടാൻ പറ്റിയിട്ടുള്ള നല്ലൊരു പാട്ട് തന്നെയാണ്. പക്ഷെ നിങ്ങൾ ഈ ഡിവോഷണൽ സോങ്സ്, അതുപോലെ മദ്ഹ് സോങ്സ്, അങ്ങനെയുള്ള മാപ്പിളപ്പാട്ടുകൾ കോമ്പറ്റീഷനിൽ പാടാൻ പാടില്ല. ഇന്ന് നമുക്ക് നല്ലൊരു പാട്ട് തന്നെ പഠിക്കാം. ഇത് പാടുന്ന സമയത്ത് നിങ്ങൾ കുറച്ച് കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണം, ഒക്കെ പറഞ്ഞുതരാം. എല്ലാവർക്കും നമസ്കാരം. ദീപ്ത സംഗീതത്തിലേക്ക് സ്വാഗതം. മാപ്പിളപ്പാട്ട് പാടുമ്പോൾ ആദ്യം നമ്മൾ ആ പാട്ട് ആരാണ് എഴുതിയിട്ടുള്ളത് എന്നുള്ളത് പറയണം. അതുപോലെ തന്നെ അത് ഏതിൽ നിന്നും എടുത്തിട്ടുള്ളതാണ് എന്ന് പറയണം. പിന്നെ അതിൻ്റെ ഇശൽ ഏതാണ് എന്നുള്ളതും പറയണം. ഈ 3 കാര്യങ്ങൾ നമ്മൾ തീർച്ചയായിട്ടും പറഞ്ഞതിന് ശേഷം മാത്രമേ നമ്മൾ പാട്ട് തുടങ്ങാൻ പാടുള്ളൂ. ഇതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഈ 3 കാര്യങ്ങളും ശ്രദ്ധിച്ച് ആദ്യം അത് പഠിക്കാം. എന്നിട്ട് നമ്മൾ പാട്ട് പഠിക്കാൻ തുടങ്ങണം. ഇത് നിങ്ങൾക്ക് അറിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളത് ആ ഒരു പാട്ട് സെലക്ട് ചെയ്യാതിരിക്കുക. കാരണം അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. വേറെ പാട്ട് സെലക്ട് ചെയ്യുക, ഇതെല്ലാം അറിയുന്ന ഒരു പാട്ട് സെലക്ട് ചെയ്തിട്ട് അത് പഠിക്കാൻ വേണ്ടിയിട്ട് നോക്കണം. ഇന്ന് ഞാൻ പഠിപ്പിക്കുമ്പോൾ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നിട്ട് തന്നെയാണ് നിങ്ങൾക്ക് പഠിപ്പിച്ചു തരുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇത് പഠിച്ചു വെക്കാം. പിന്നെ ഒരു കാര്യം, നിങ്ങളൊരു പാട്ട് പഠിക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു കോമ്പറ്റീഷൻ വരുന്ന സമയത്ത് ഒരു 2 മാസം മുൻപെങ്കിലും ഈ പാട്ട് നിങ്ങൾ പഠിച്ചു വെക്കണം. കാരണം എന്താണെന്ന് വെച്ചാൽ, പെട്ടെന്ന് നമ്മളൊരു പാട്ട് പഠിച്ച് പെട്ടെന്ന് സ്റ്റേജിൽ കയറി പാടുമ്പോൾ അതിൻ്റെ ഒരു ഫ്ലോ നഷ്ടപ്പെട്ടു പോകും. നമുക്ക് ഏത് പാട്ടുകൾ നമ്മൾ പഠിക്കുമ്പോഴും നമ്മളൊരു 2 മാസം മുൻപെങ്കിലും അല്ലെങ്കിൽ ഒരു 3 മാസം മുൻപെങ്കിലും ആ പാട്ട് നമ്മൾ പഠിച്ച് ബൈ ഹാർട്ടാക്കി വെക്കണം. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണമെന്നറിയോ, അത് ഓരോ ദിവസങ്ങളിൽ നമുക്ക് പറ്റുന്ന സമയങ്ങളിൽ അതിങ്ങനെ പാടി നോക്കിക്കൊണ്ടേയിരിക്കണം. അപ്പോൾ നമുക്ക് സ്റ്റേജിൽ കയറി പാടുമ്പോൾ ആ ഒരു ബുദ്ധിമുട്ടുണ്ടാവില്ല, ടെൻഷൻ ഉണ്ടാവില്ല, നമ്മൾ ഈസി ആയിട്ട് പാടിപ്പോകുന്നത്. ഓക്കെ, കോമ്പറ്റീഷൻ ഒക്കെ ആകുമ്പോൾ നമ്മളത് പ്രത്യേകം ശ്രദ്ധിക്കണം. കാരണം കോമ്പറ്റീഷൻ കൂടി ആകുമ്പോൾ നമുക്ക് കുറച്ചും കൂടി ഒരു ടെൻഷനും കൂടി ഉണ്ടാവും, ഇതൊരു കോമ്പറ്റീഷൻ ആണല്ലോ എന്നുള്ള. അപ്പോൾ ഈ ടെൻഷൻ ഒന്നും ഇല്ലാതിരിക്കണമെങ്കിൽ നമ്മൾ ആദ്യമേ ഈ പാട്ട് നന്നായിട്ട് പഠിച്ചു വെച്ചാൽ മതി. അപ്പോൾ നമുക്ക് ആ ഒരു ടെൻഷൻ ഉണ്ടാവില്ല, നമ്മൾ അറിയാതെ പാട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. ഓക്കെ, അപ്പോൾ ആ കാര്യം കൂടെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക. നിങ്ങൾ ഈ വീഡിയോ കാണുമ്പോൾ തന്നെ ഈ പാട്ട് നിങ്ങൾ പഠിക്കാൻ തുടങ്ങിക്കോളുക. നിങ്ങൾക്ക് നെക്സ്റ്റ് ഇയറിൽ പാടാം സ്കൂളിൽ, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും കോമ്പറ്റീഷൻ വരുന്നുണ്ടെങ്കിൽ ആ സമയത്ത് പാടാം. തീർച്ചയായിട്ടും പഠിച്ചു വയ്ക്കുക. എന്നിട്ട് ഇടയ്ക്കിടയ്ക്ക് നമ്മളിത് പാടി നോക്കുകയും ചെയ്യാം. ഓക്കെ, പറഞ്ഞ കാര്യം മനസ്സിലായല്ലോ? കോമ്പറ്റീഷൻ്റെ തൊട്ട് മുന്നേ ആയിട്ട് നിങ്ങൾ പഠിക്കാൻ നിൽക്കരുത്, കുറേ മുൻപേ പഠിച്ചു വെക്കണം എന്നുള്ളതാണ് പറഞ്ഞത്. അപ്പോൾ നമുക്ക് തുടങ്ങാം. ഇതിൻ്റെ ലിറിക്സ് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് കുറച്ചൊരു ബുദ്ധിമുട്ടാണ്, നിങ്ങൾക്കിത് എഴുതിയെടുക്കാനൊക്കെ ഇച്ചിരി പ്രയാസമുണ്ട്. അപ്പോൾ ഇത് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ക്ലിയറായിട്ട് ഞാൻ കൊടുക്കാം. അത് ആദ്യം നിങ്ങളൊരു പേപ്പറിലേക്ക് എഴുതി വെക്കണം. ഓക്കെ, ഫോണിൽ നോക്കിയിട്ട് പാടരുത്, ഒരു പേപ്പറിൽ ആദ്യം എഴുതി വെക്കുക. എന്നിട്ട് ഓരോ ലൈൻ പാടുമ്പോൾ അവിടെ നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കണം എങ്ങനെയാണ് പാടുന്നത് എന്നുള്ളത്. നിങ്ങൾക്ക് ചിലപ്പോൾ ഇങ്ങനൊരു വേവ്സൊക്കെ വരച്ച് വയ്ക്കുന്ന സമയത്ത് നിങ്ങൾക്കത് മനസ്സിലാവും, അതങ്ങനെയാണ് പാടേണ്ടത് എന്നുള്ളത് നിങ്ങളെ ഭാവനയിൽ നിങ്ങൾ അവിടെ വരച്ച് വയ്ക്കുക. അപ്പോൾ നിങ്ങളത് കറക്റ്റ് ആ ഒരു ലെവലിൽ നിങ്ങൾ പാടിപ്പോയിക്കോളും. ഓക്കെ, അപ്പം നമുക്ക് ഇതാരാണ് രചിച്ചത് എന്നുള്ളത് ആദ്യം പറയണം. അതായത് നമ്മൾ പറയുമ്പോൾ മർഹൂം മുണ്ടമ്പ്ര ഉണ്ണി മുഹമ്മദ് സാഹിബ്, അദ്ദേഹമാണ് ഇത് രചിച്ചിട്ടുള്ളത് ഈ പാട്ട്. അപ്പോൾ ആദ്യം നമ്മളത് പറയണം. മർഹൂം മുണ്ടമ്പ്ര ഉണ്ണി മുഹമ്മദ് സാഹിബ് രചിച്ച കർബല കിസയിൽ ഏതിൽ നിന്നാണ് എടുത്തിട്ടുള്ളത് പറയണം. ഞാൻ പറഞ്ഞല്ലോ, കർബല കിസയിൽ നിന്നും എടുത്തിട്ടുള്ള വരികളാണിത്. അപ്പോൾ നമ്മൾ അത്ര വരെ പറഞ്ഞാൽ മതി. കർബല കിസയിൽ നിന്നും ഇശൽ മുഹിബുന്നൂർ എന്ന് പറയണം. ഓക്കെ, ക്ലിയർ ആയല്ലോ? അപ്പോൾ അതൊരൊറ്റ വേർഡായിട്ട് ഞാൻ പറഞ്ഞു തരാം. മർഹൂം മുണ്ടമ്പ്ര ഉണ്ണി മുഹമ്മദ് സാഹിബ് രചിച്ച, ക്ലിയർ ആയിട്ട് പറഞ്ഞുതരാം. മർഹൂം മുണ്ടമ്പ്ര ഉണ്ണി മുഹമ്മദ് സാഹിബ് രചിച്ച
കർബല കിസിയിൽ നിന്നും ഇഷൽ മുഹിബുന്നൂർ. ಬಿದಿತ್ತ ಪೋದದಿ ಚಿದಮುಡೆ ಮಡವರ ಬಿಡುತ್ತದಾಯಿ ಸೀತುಡೆ ಮುನಮೆಲೆ ಭಗುತ್ತಿ ಸಕಿನ ಬಿಬಿರುತ್ತಿಯನ ಮುರುಮಿಕತ್ತ ಕನವದಿನಾಲ್ കനിപെടെ ബിത മധുമതിശയ മതിലൊരു പുരയതു വെളുത്ത മുത്തതിനാൽ ബിദിത്ത പോദതി ചിതമിടെ മടവര ബിടുത്തതായി സീതുടെ മുനമിലെ ഭഗു തിസക്കിന ബിബിരുത്തിയന മുറുമികത്ത കനവതിനാൽ കനിപെടെ ബിത മധുമതിശയ മതിലൊരു പുരയതു വെളുത്ത മുത്തതിനാൽ എന്നാണ് ഫസ്റ്റ് പാരഗ്രാഫ് വരുന്നത്. പിന്നെ ഇതിൻ്റെ ശ്രുതി ഞാൻ വെച്ചിട്ടുള്ളത് സി ആണ്. പിന്നെ കോമ്പറ്റീഷനിൽ നമുക്ക് ശ്രുതിയൊന്നും വെക്കാൻ പറ്റില്ല. പക്ഷെ നമുക്കിത് പാടാൻ ഒരു സുഖത്തിന് വേണ്ടിയിട്ട്, പഠിക്കാൻ ഒരു സുഖത്തിന് വേണ്ടിയിട്ടാണ് നമ്മളിവിടെ ശ്രുതി വെച്ചിട്ടുള്ളത്. ആ ഒരു ശ്രുതിയിൽ നിങ്ങൾക്കും വെച്ച് പ്രാക്ടീസ് ചെയ്യാവുന്നതാണ്. അപ്പം നമുക്ക് ആ ഒരു നല്ല ഫ്ലോയിൽ ഇങ്ങനെ പൊയ്ക്കോളും. ശ്രുതി തെറ്റാതെ നമുക്ക് പാടി പഠിക്കാൻ പറ്റും. അതുകൊണ്ട് അത് ഓൺ ചെയ്ത് വെക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ വെച്ചിട്ട് പഠിക്കാം. പക്ഷേ കോമ്പറ്റീഷനിൽ നമുക്ക് ശ്രുതി ഉണ്ടാവില്ല. നമ്മളത് ശ്രദ്ധിച്ച് തന്നെ പാടിപ്പോണം. ഓക്കെ, അപ്പം നമുക്ക് ഓരോ വരികളായിട്ട് ശ്രദ്ധിച്ച് പഠിക്കാം. ബിദിത്ത പോദതി ബിദിത്ത പോദതി ചിതമുടെ വടവരെ എന്നാണ്. അപ്പോൾ ആ ഒരു അക്ഷരങ്ങൾ പറയുമ്പോഴും നമ്മൾ ആ ഒരു നല്ല ക്ലാരിറ്റിയിൽ പറയണം. അതായത് കട്ട ശബ്ദത്തിലാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ ആ ഒരു ക്ലാരിറ്റി നമ്മളെ പാട്ടിൽ ഉണ്ടാവണം. ചിതമുടെ വടവരെ ഇങ്ങനെ പെട്ടെന്ന് നമ്മൾ അക്ഷരങ്ങൾ കൊണ്ടുപോവുകയാണ്. അപ്പോൾ ആ ഒരു ഭംഗിയാണ് മാപ്പിളപ്പാട്ടിൻ്റെ ഭയങ്കര ഹൈലൈറ്റ് ആയിട്ട് നിൽക്കുന്നത്. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഓരോ അക്ഷരങ്ങളും പറയുമ്പോൾ നല്ല ക്ലാരിറ്റിയോട് കൂടി തന്നെ പറയാം. ബിദിത്ത എന്ന്, ബിദിത്ത പോദതി ബിദിത്ത പോദതി എന്ന് കൊണ്ടുവരണം. ബിദിത്ത പോദതി ചിതമുടെ മടവരെ ബിടുത്തതായി ബിടുത്തതായി എന്ന് കൊണ്ടുവരണേ. ബിടുത്തതായി സീതുടെ, അത് കൂട്ടിയിട്ട് അങ്ങ് പോവാണ്. ബിടുത്തതായി സീതുടെ മുനമിലെ മുനമിലെ ബകുത്തി സക്കിനബി ബകുത്തി ബകുത്തി സക്കിനബി എന്നാണ്. ബകുത്തി സക്കിനബി പെട്ടെന്ന് പാടി പോകുമ്പോൾ നമ്മൾ അതിൻ്റെ കറക്റ്റ് ആ ഒരു എന്താണ് അതിൻ്റെ നോട്ട് കറക്റ്റ് നമ്മൾ മനസ്സിലാക്കി പാടാൻ വേണ്ടിയിട്ട് ശ്രമിക്കണം. കാരണം ഇത് പെട്ടെന്ന് നമ്മൾ പാടിപ്പോവും. അപ്പം അത് ഞാനൊന്ന് സ്ലോ ആക്കിയിട്ട് നിങ്ങൾക്ക് പാടിത്തരാം. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടെ അത് മനസ്സിലാവും. ഓക്കെ, ബഗുത്തി സക്കീനാബി എന്നാണ്. ബഗുത്തി സക്കീനാബി ബിരുത്തിയനമൊരു ബിരുത്തിയനമൊരു മികത്ത മികത്ത കനവദിനാൽ കനവദിനാൽ എന്നാണ്. കനവദിനാൽ കനിപെടെ കനിപെടെ എന്നാണ്. കനിപെടെ ബിതമധു മതിശയ ബിതമധു മതിശയ മതിലൊരു പുരയതു. ആ ഒരു ഫ്ലോയിൽ തന്നെ പോവാം. ബിതമധു മതിശയ മതിലൊരു പുരയതു. ഓക്കെ, വെളുത്ത മുത്തതി വെളുത്ത മുത്തതി നാ. അവിടെ ലാസ്റ്റ് ആ ഒരു സംഗതിയും കൊടുക്കുക. ഓക്കെ, വെളുത്ത മുത്തതിനാൽ ബിദിത്ത പോദതി. വീണ്ടും ആ ഒരു ഫസ്റ്റ് വരിയിലേക്ക് തന്നെ പോവാണ്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ഒരു പാരഗ്രാഫ് നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ. സിമ്പിളാണിത് പഠിക്കാൻ. നമ്മൾ സ്പീഡാക്കി കൊടുക്കണമെന്നേ ഉള്ളൂ. ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുമ്പോൾ കുറച്ച് സ്ലോ ആയിരിക്കും, പക്ഷെ പാടുമ്പോൾ നമ്മൾ സ്പീഡാക്കി പാടിക്കൊടുക്കുക. ഓക്കെ, പിന്നെ താളവും ഒക്കെ നന്നായിട്ട് ശ്രദ്ധിക്കണം. ഒരു താളത്തിൽ തന്നെ പോണത്. അപ്പോൾ അതായത് ബിദിത്ത പോദതി ചിതമുടെ മടവരെ ബിടുത്തതായി സീതുടെ മുനമിലെ ഭഗു തിസക്കിന ബിബിരുത്തിയനമൊരു. കണ്ടോ, ആ ഒരു താളത്തിൽ നമ്മൾ പോകാനും ശ്രദ്ധിക്കുക. അതേപോലെ തന്നെ നിങ്ങൾ ശ്വാസം കൺട്രോൾ ചെയ്യാനും നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. കാരണം ഇത് ഒരു വരി ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് പോവാണ്. അപ്പോൾ നമുക്ക് അതിൻ്റെ ഇടയിൽ ചെറിയ സ്ഥലങ്ങളിൽ നമ്മൾ മെല്ലെ ശ്വാസം എടുക്കാനേ പാടുള്ളൂ. ഒരുപാട് നമുക്ക് അവിടെ നിർത്തി ശ്വാസം എടുക്കാനുള്ള ടൈമില്ല. അപ്പോൾ ശ്വാസം കൺട്രോൾ ചെയ്യാനും കൂടെ നിങ്ങൾ നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യണം. എന്നാലേ നന്നായിട്ട് മാപ്പിളപ്പാട്ട് നമുക്ക് പാടാൻ പറ്റുള്ളൂ.
അപ്പോൾ ശ്വാസത്തിൻ്റെ കൺട്രോൾ ചെയ്യേണ്ട ഒരു വീഡിയോ ഒക്കെ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. എങ്ങനെയാണ് ശ്വാസം കൺട്രോൾ ചെയ്തിട്ട് പാടേണ്ടത് എന്നുള്ളത് നമ്മുടെ ചാനലിൽ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. തീർച്ചയായിട്ടും അതൊന്ന് പോയിട്ട് കാണുകയും അതേപോലെ പ്രാക്ടീസ് ചെയ്യുകയും ചെയ്യാം. ഓക്കെ, ഇനി നമുക്ക് അടുത്ത പാരഗ്രാഫിലേക്ക് പോവാം. നെക്സ്റ്റ് പാരഗ്രാഫ്. ചതിർത്തി ബാബിയുടെ ബടിവുടെ ബുടവരും സമർത്ഥൻ പാർത്തതിൽ മതമുടെ നിലയിലേ. ചതിർത്തി ബാബിയുടെ ബടിവുടെ ബുടവരും സമർത്ഥൻ പാർത്തതിൽ മതമുടെ നിലയിലെ ചമൈന്തതാരത് തുറന്ന് ഏകമിൽ കനിന്ത നാനതിലെ ഹുസനോടെ തരമത് നബിഹുലുൽ ഹസമുകൾ ബരിക്കുറ് സകുത്തയിരിപ്പതുമേ. അതാണ്. അപ്പോൾ അതിൻ്റെയും ശ്വാസം നിങ്ങൾ കണ്ടില്ലേ, നന്നായിട്ട് കൺട്രോൾ ചെയ്തിട്ട് വേണം നമ്മൾ പാടാൻ വേണ്ടിയിട്ട്. നമ്മൾ പെട്ടെന്ന് പാടി പോകുന്നുണ്ട്, പക്ഷേ എന്നാലും നമുക്ക് അവിടെ ശ്വാസം മുട്ടാൻ സാധ്യതയുണ്ട്. അപ്പോൾ ആ ശ്വാസം നന്നായിട്ട് കൺട്രോൾ ചെയ്ത് പാടിപ്പോണം. അത് ഞാൻ ഓരോ ലൈൻസ് ആയിട്ട് പറഞ്ഞുതരാം. ചതിർത്തി ബാബിടെ ചതിർത്തി ബാബിടെ, മുകളിലേക്ക് കൊണ്ടുവരണം നമ്മളെ വോയിസ്. ചതിർത്തി ബാബിടെ ബടിവുടെ ബടിവുടെ ബുടവരും ബടിവുടെ ബുടവരും. നന്നായിട്ട് ശബ്ദം പൊക്കിയിട്ട് തന്നെ അവിടെ പാടണം. അതായത് നമ്മൾ പല്ലവി പാടി അതിൻ്റെ തൊട്ട് മുകളിലേക്കാണ് പിന്നെ അനുപല്ലവി പാടുമ്പോൾ പോകേണ്ടത്. അപ്പോൾ അത് ശ്രദ്ധിച്ച് പാടണം. ഒരുപാട് കുട്ടികളിലുള്ള ഒരു മിസ്റ്റേക്കാണ്, നമ്മൾ പല്ലവി പാടിയ സെയിം അവിടെ തന്നെയായിരിക്കും അനുപല്ലവിയും ചരണവും ഒക്കെ പാടി പോകുന്നത്. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക. പല്ലവി പാടിയ അവിടെയല്ല നമ്മൾ പാടേണ്ടത്, കുറച്ച് പൊക്കിയിട്ടാണ് അനുപല്ലവിയിലേക്ക് വരുന്നത്. അപ്പം ശ്രദ്ധിച്ച് പാടണം, ശ്രുതി ശ്രദ്ധിക്കുക. ചതിർത്തി ബാബിടെ ബടിവുടെ ബടിവുടെ ബുടവരും, അങ്ങനെ തന്നെ കൊണ്ടുവരണം. സമർത്ഥൻ പാർത്തതിൽ മുകളിലേക്കാണ് പോകുന്നത്. മതമുടെ നിലയിലേ, അവിടെ കുറച്ച് സസ്റ്റെയിൻ ചെയ്തിട്ട് കൊണ്ടുപോകുന്നുണ്ട്. അവിടെ മതമുടെ നിലയിലേ. ചതിർത്തി ബാബിടെ ബടിവുടെ ബുടവരും സമർത്ഥൻ പാർത്തതിൽ മതമുടെ നിലയിലെ. പിന്നെ നമ്മൾ അവിടെ സസ്റ്റെയിൻ ചെയ്യുന്നില്ല, അടുത്ത വരിയിലേക്ക് പോവാണ്. ചമൈന്തതാരത് ആ സ്റ്റൈലിൽ വരണം അവിടെ. ചമൈന്തതാ അങ്ങനെ കൊണ്ടുവരണം. ചമൈന്തതാരത് തുറന്ത് ഏകമിൽ എന്ന് കൊണ്ടുവരണേ. തുറന്ത് ഏകമിൽ കനിന്ദനാൻ അതിലേ നമ്മളെ വോയിസ് താഴെ എത്തി. അപ്പോൾ അതൊക്കെ നമ്മൾ ശ്രദ്ധിച്ചു കൊണ്ടുവരണം. ആ ഒരു നമ്മൾ പോകുന്ന ആ ഒരു വഴിയുണ്ടല്ലോ, അത് ശ്രദ്ധിച്ച് പോകണം. അതായത് മുകളിലേക്ക് പോയിട്ട് പിന്നെ താഴേക്ക് വരികയാണ്. അപ്പം നമ്മളെ വോയിസ് നമ്മൾ കൺട്രോൾ ചെയ്തിട്ട് താഴേക്ക് കൊണ്ടുവരണം. കനിന്ദനാൻ അതിലേ ഹുസനുടെ എന്ന് കൊണ്ടുവരണം. തരമത് നബിഹുലുൽ എന്നാണ്. തരമത് നബിഹുലുൽ എന്നാണ്. ഹസമുകൾ എന്നാണ്. ബരിക്കുറ് എന്ന് കൊണ്ടുവരണം. സകുത്ത് ഇരിപ്പതുമേ എന്നാണ്. ഓക്കെ, ക്ലിയർ ആയി കാണുമല്ലോ അല്ലേ? ഇതിനകത്ത് ഒരുപാട് സംഗതിയൊന്നും ഇല്ല കേട്ടോ. നിങ്ങൾ വിചാരിക്കുന്ന പോലെ വലിയ ബുദ്ധിമുട്ടുള്ള പാട്ടൊന്നുമല്ല, സിമ്പിളായിട്ടുള്ള പാട്ടാണ് ഞാൻ എടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് പഠിക്കാൻ വേണ്ടിയിട്ട്. അതായത് വലിയവർക്കും ചെറിയവർക്കും ഒക്കെ പാടാൻ പറ്റിയിട്ടുള്ള ഒരു പാട്ട് സെലക്ട് ചെയ്തിട്ടാണ് ഞാൻ ഇന്ന് വീഡിയോ ചെയ്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങളെല്ലാവരും അത് പഠിക്കുകയും ഓരോ കോമ്പറ്റീഷനിലൊക്കെ പങ്കെടുക്കുകയും സമ്മാനം വാങ്ങിക്കുകയും ഒക്കെ ചെയ്യുന്നത് കാണാനും കേൾക്കാനും ഒക്കെയാണ് എനിക്കിഷ്ടം. അപ്പോൾ അങ്ങനെയൊക്കെ നിങ്ങൾക്ക് പ്രൈസൊക്കെ കിട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും കമൻ്റായിട്ട് അറിയിക്കണം കേട്ടോ. ഇനി നമുക്ക് അടുത്ത വരിയിലേക്ക് പോവാം. നേരത്തെ പാടിയ പോലെ തന്നെയാണ് ഈ ഒരു ട്യൂണും വരുന്നത്. ശ്രദ്ധിച്ച് പാടണം, താളം കൂടെ ശ്രദ്ധിക്കണം കേട്ടോ. പടൈത്തതായതിൽ ഒരുവരും കരുതുകിൽ കുയത്തിലിട്ടവർ ഉദിരമെതുടപടാ. പടൈത്തതായ
പുകഴ്മണി തരുളരം തിരുനബി മുഹമ്മദ് നമൈക്കുൾ ജത്തവരാ. ആ ഒരു അതേ സെയിം ട്യൂൺ തന്നെയാണ് ഇവിടെയും കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അത് ശ്രദ്ധിച്ച് പഠിക്കുക. ഞാൻ പറഞ്ഞു തരുമ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടെ മനസ്സിലാവും. ഓരോ വരിയായിട്ട് പറഞ്ഞു തരുമ്പോൾ പെട്ടെന്ന് നമുക്ക് പറഞ്ഞു പോവാം. പടൈത്തതായത് ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ മുകളിലേക്ക് നമ്മൾ വോയിസ് കൊണ്ടുപോകണം. പടൈത്തതായത് ഒരുവരു കരുതുകിൽ, ഒരുവരു കരുതുകിൽ, പടൈത്തതായത് ഒരുവരു കരുതുകിൽ, പുയത്തിലിട്ടവർ പുയത്തി, അങ്ങനെ കൊണ്ടുവരണം അവിടെ. പുയത്തിലിട്ടവർ ഉദിരമിതുടപടാ എന്നാണ്. ഉദിരമിതുടപടാ, അവിടെ ചെറിയൊരു സംഗതി കൊടുക്കുന്നുണ്ട്. എന്നിട്ടാണ് വീണ്ടും അത് റിപ്പീറ്റ് ചെയ്യുന്നത്. അവിടെ പിന്നെ വരുമ്പോൾ ആ സംഗതി നമ്മൾ ഒഴിവാക്കുന്നുണ്ട്. എന്നിട്ടാണ് അടുത്ത വരി പാടുന്നത്. അതായത് പടൈത്തതായത് ഒരുവരു കരുതുകിൽ, പുയത്തിലിട്ടവർ ഉദിരമിതുടപടാ. പിന്നെ അതേ പാടുന്നുള്ളൂ. ആ സംഗതി ഫസ്റ്റിലാണ് വരുന്നത്. അടുത്ത വരിയിലേക്ക് പോകുന്നു. പുതുങ്കി തേങ്ങലിൽ, പുതുങ്കി പുതുങ്കി എന്ന് കൊണ്ടുവരണം. പുതുങ്കി തേങ്ങലിൽ, തേങ്ങലിൽ, പുതുങ്കി തേങ്ങലിൽ എന്നാണ്. പുതുങ്കി തേങ്ങലിൽ, അത് പെട്ടെന്ന് പാടുന്നു. ഇലങ്കും ബാർമുഖം, ഇലങ്കും ബാർമുഖം എന്നാണ്. ഇലങ്കും ബാർമുഖം മയങ്കി മയങ്കി കാൺകളിലേ, കാൺകളിലേ ശ്രദ്ധിക്കണം. ലേ, ആ ഒരു ഫ്ലോ അവിടെ കൊണ്ടുവരുന്നുണ്ട്. മയങ്കി കാൺകളിലേ, മയങ്കി കാൺകളിലേ അവരത്, മയങ്കി കാൺകളിലേ, അതായത് മയങ്കി എന്ന് കൊണ്ടുവരണം. മയങ്കി കാൺകളിലേ, ലേ, ആ ഒരു ചെറിയൊരു നോട്ട് അവിടെ ശ്രദ്ധിക്കണം. അവരത്, അവരത്, താഴെ എത്തി നമ്മൾ. അവരത് പുകഴ്മണി, പിന്നെ പതുക്കെ പതുക്കെ മുകളിലേക്ക് പോവാണ്. പുകഴ്മണി തരുളരാം തിരുനബി മുഹമ്മദ് എന്ന് കൊണ്ടുവരണം. പുകഴ്മണി തരുളരാം തിരുനബി മുഹമ്മദ് നമൈക്കുൾ ജത്തവരാം, നമൈക്കുൾ നമൈക്കുൾ ജത്തവരാം എന്നാണ്. അവിടെ ആ ഒരു സംഗതി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ സ്കൂളുകളിൽ അറബിക്കിൻ്റെ ഒക്കെ ടീച്ചേഴ്സൊക്കെ ഉണ്ടെങ്കിൽ അവരുടെ അടുത്ത് ചോദിച്ചിട്ട് ഇതിൻ്റെ കറക്റ്റ് പ്രൊനൗൺസിയേഷനൊക്കെ നിങ്ങൾക്ക് മനസ്സിലാക്കിയിട്ട് വേണം അത് പാടാൻ വേണ്ടിയിട്ട്. നെക്സ്റ്റ് പാരഗ്രാഫ്. മതിപ്രകാശമിലധിക സരകമിലെ മഹാപ്രധാനികൾ മറിയമും ഖദീജവേ, മതിപ്രകാശമിലധിക സരകമിലെ മഹാപ്രധാനികൾ മറിയമും ഖദീജവേ മൈന്ദർഹവയമികന്ദവബിനിരന്ദ അസിയാബി അവരുടെ മതിയമേ മതിമത കരുതിയ തുരകമിസണന്തിരിന്തവരാം. ഓക്കെ, അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ നമ്മൾ ശ്വാസം നന്നായിട്ട് കൺട്രോൾ ചെയ്യുന്ന വേണം അവിടെ. എന്നിട്ടാണ് പാടേണ്ടത്. നിങ്ങൾ ആദ്യം എന്ത് ചെയ്യണമെന്നറിയോ? ഈ ശ്വാസം കൺട്രോൾ ചെയ്യേണ്ട വീഡിയോ എടുത്തിട്ട് അതൊന്ന് നന്നായിട്ട് പ്രാക്ടീസ് ചെയ്തതിന് ശേഷം നിങ്ങൾ ഇത് പാടി നോക്കുക കേട്ടോ. ചിലപ്പോൾ നിങ്ങൾക്കത് കിട്ടൂല. ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട് ഇതെങ്ങനെയാണ് ശ്വാസം കൺട്രോൾ ചെയ്തിട്ട് പാടുക എന്നുള്ളത്. അത് ഒരുപാട് പ്രാക്ടീസ് നമുക്ക് ചെയ്യാനുണ്ട്. അല്ല, ചെറിയൊരു പ്രാക്ടീസും കാര്യങ്ങളൊക്കെ നമ്മളെ വീഡിയോയിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഒരു വീഡിയോ നേരത്തെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, അതിൽ പറഞ്ഞിട്ടുണ്ട്. അതെങ്കിലും നിങ്ങളൊന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കുക. എന്നാൽ ഒരുപാട് ഇമ്പ്രൂവ്മെൻറ്റ് ഉണ്ടാവും. കാരണം ശ്വാസം നമ്മളെപ്പോഴും ഒരു ലെവലിൽ കൺട്രോൾ ചെയ്ത് പോയാൽ മാത്രമേ നമ്മളെ പാട്ടിന് അതിൻ്റേതായിട്ടുള്ള ഭംഗി ഉണ്ടാവുള്ളൂ. നമ്മൾ വിചാരിച്ച സ്ഥലത്തൊക്കെ നമ്മൾ ശ്വാസം വിട്ടുകൊണ്ടിരുന്നാൽ ആ പാട്ടിൻ്റെ ഭംഗിയൊക്കെ നഷ്ടപ്പെട്ടു പോകും. അപ്പം ആദ്യം നമ്മൾ അതുകൂടെ ശ്രദ്ധിക്കണം. പിന്നെ ആ ഒരു വീഡിയോൻ്റെ ലിങ്ക് കൂടെ വേണമെങ്കിൽ ഞാൻ ഈ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. നമ്മൾ ശ്വാസം എങ്ങനെയാണ് കൺട്രോൾ ചെയ്ത് പാടേണ്ടത് ആ ഒരു കുറച്ച് ഒരു ഭാഗം ഞാൻ അതിൻ്റെ അകത്ത് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ ഒരു വീഡിയോയിൽ ലിങ്ക് ഞാൻ ഇതിനകത്ത് കൊടുക്കാം. നിങ്ങൾ അതിൽ കയറിയിട്ട് അതുകൂടി ഒന്ന് കാണണം കേട്ടോ. എന്നിട്ട് നിങ്ങൾക്ക് ഇത് കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ ശ്വാസം
കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ ഒരു വീഡിയോയും കൂടെ കണ്ടിട്ട് അതിൽ പറയുന്ന കാര്യം കൂടി ഫോളോ ചെയ്തിട്ട് നിങ്ങളിത് പഠിക്കുക. ഓക്കെ, ഞാൻ പറഞ്ഞ പോലെ തന്നെ കോമ്പറ്റീഷനിൽ നിങ്ങൾ പെട്ടെന്ന് പോയിട്ട് പാടി പഠിക്കാൻ നോക്കരുത്. പെട്ടെന്ന് പഠിച്ചാൽ നിങ്ങൾ പഠിക്കില്ല എന്ന് മാത്രമല്ല, നിങ്ങൾക്കതൊരു ഭയങ്കര ടെൻഷനായിരിക്കും പെട്ടെന്ന് നിങ്ങൾ പഠിച്ചിട്ട് പാടുന്ന സമയത്ത്. നിങ്ങളിപ്പോഴേ ഇത് പഠിച്ച് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു ടൈം ആകുമ്പോൾ കൂളായിട്ട് പാടാൻ പറ്റും. ഓക്കെ, അപ്പോൾ നോക്കാം. മതിപ്രകാശമിൽ എന്നാണ്, മുകളിലേക്ക് കയറി പോകുന്നുണ്ട്. നമ്മളെ ശബ്ദം നന്നായിട്ട് കൺട്രോൾ ചെയ്തിട്ട് കൊണ്ടുപോകണം നമ്മൾ. മതിപ്രകാശമിൽ അതേ കസർ അകമിലെ, അതേ കസർ അതേ കസർ അകമിലെ, ഒക്കെ മുകളിലാണ്. മഹാപ്രധാനികൾ മറിയം എന്നാണ്. മഹാപ്രധാനികൾ മറിയം ഖദീജബി. അതേപോലെ തന്നെ നമ്മൾ സസ്റ്റെയിൻ ചെയ്ത് കൊടുക്കുന്നുണ്ട് അവിടെ. അത് കഴിഞ്ഞിട്ട് രണ്ടാമത് അവിടെ സസ്റ്റെയിൻ ചെയ്യുന്നില്ല, പെട്ടെന്ന് പാടി പോവാണ്. നമ്മൾ മുകളിൽ പാടി അതേപോലെ തന്നെ. മഹാപ്രധാനികൾ മറിയമും ഖദീജയും മൈന്ദർ ഹൗവയായി. കണ്ടോ, അവിടെ പെട്ടെന്ന് അവിടെ എടുത്തു പോവാണ്. മൈന്ദർ ഹൗവയായി, മൈന്ദർ കൊണ്ടുവരണം. ഹൗവയായി, മൈന്ദർ ഹൗവയായി, മികന്ദ ഹൗവബി, മികന്ദ ഹൗവബി നിരന്റെ ആസിയബി എന്നാണ്. നിരന്റെ ആസിയബി അവർ ഈടെ താഴേക്ക് വന്നു. മതിയമേ മതിമത അവർ ഈടെ. ഓക്കെ, മനസ്സിലായല്ലോ. അവർ ഈടെ താഴെ വന്നു. മതിയമേ അതായത് ഓരോ സ്റ്റെപ്പ് നമ്മൾ മനസ്സിൽ കാണണം. ആ സ്റ്റെപ്പാണ് നമ്മൾ കയറാൻ പോകുന്നത്. മതിയമേ മതിമത കരുതിയ ദുരകമേ എന്നാണ്. അതായത് മതിയമേ ഒരു സ്റ്റെപ്പ്, മതിമത അടുത്ത സ്റ്റെപ്പ്, കരുതിയ അടുത്ത സ്റ്റെപ്പ്, ദുരകമേ ഇറങ്ങി. ഓക്കെ, അത്രയും കയറി പിന്നെ ഒന്ന് ഇറങ്ങുന്നു. സണന്തിരിന്തവരാ. മനസ്സിലായോ? അപ്പോൾ അതൊക്കെ നമ്മുടെ മനസ്സിൽ നമ്മളൊരു പിക്ചർ ആദ്യം വരച്ച് വെക്കണം. നമ്മളൊരു പാട്ട് പാടുമ്പോൾ അതിങ്ങനെ കയറി പോകുന്നുണ്ട്, താഴെ ഇറങ്ങുന്നുണ്ട്, ഇങ്ങനെയുള്ളൊരു പിക്ചർ നമ്മൾ ആദ്യം മനസ്സിൽ വരച്ച് വെച്ചിട്ട് പാടി നോക്കിയാൽ കുറച്ചും കൂടെ നമുക്ക് ഈസിയാവും. ഓക്കെ, അതാണ് ഞാൻ പറഞ്ഞത്, ഒരു സ്റ്റെപ്പ് മനസ്സിൽ കണ്ടോളാം. പിന്നെ നമ്മൾ ഓരോ പാരഗ്രാഫും പാടി കഴിയുമ്പോൾ പല്ലവി റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. അപ്പം ഞാനത് വീണ്ടും നിങ്ങൾക്ക് പാടി തന്നിട്ടില്ല എന്നേ ഉള്ളൂ. അത് പല്ലവി റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്, അത് നിങ്ങൾ പാടണം അവിടെ. ഓക്കെ, ഫുള്ള് പാടി തന്നിട്ടില്ല എന്നേ ഉള്ളൂ. ഓരോ പാരഗ്രാഫ് വെച്ചിട്ടാണ് ഞാൻ പാടി തന്നത്. ആ ഓരോ പാരഗ്രാഫും കഴിയുമ്പോൾ പല്ലവി വീണ്ടും പാടണം. ഞാൻ പറഞ്ഞല്ലോ, ലിറിക്സ് ഞാൻ എഴുതിയിടുന്നതിൽ ഞാൻ അവിടെ മെൻഷൻ ചെയ്യാം, നിങ്ങൾ അവിടെ നോക്കിയാൽ മതി. ബ്രാക്കറ്റിൽ വിദിത്ത പോതതി വീണ്ടും ഞാൻ ഇട്ട് വയ്ക്കുമ്പോൾ അവിടെ അത് പാടണം എന്നുള്ളത് മനസ്സിലാക്കുക. ഓക്കെ, അപ്പോൾ ഞാൻ ഒരു കാര്യം കൂടെ പറയാം. ഞാൻ ആദ്യമായിട്ടാണ് ഒരു മാപ്പിളപ്പാട്ട് നമ്മളെ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുന്നത്, നമ്മളെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നത്. ഇത് നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ഇതുപോലെ ഇനിയും പാട്ടുകൾ ഇടുന്നതായിരിക്കും, മാപ്പിളപ്പാട്ടുകളും ഇടുന്നതായിരിക്കും. അപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഒന്നറിയിക്കണം കേട്ടോ, കമൻറ്റായിട്ട് അറിയിക്കുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇല്ലേ എന്നുള്ളതൊക്കെ ഒന്നറിയിക്കുക. ഓക്കെ, എന്നാൽ ഇന്നത്തെ ക്ലാസ് ഇത്രയേ ഉള്ളൂ. വീണ്ടും നല്ലൊരു ക്ലാസ്സുമായിട്ട് ഞാൻ വരും. തീർച്ചയായിട്ടും എല്ലാവരും കാണുക, സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, താങ്ക് യു.